ഹലോ ഗായ്സ്, അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് ഈ വീടിനോട് വിട പറയാൻ പോണെയാണ്. നമ്മൾ ഒരുപാട് വീഡിയോസ് ഈ വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ പോകാനായിട്ടുള്ള കാരണങ്ങൾ കുറച്ചുണ്ട്, അതൊക്കെ നമുക്ക് വഴിയെ പറയാം. അപ്പൊ ഈ വീട് നമുക്ക് എന്താ പറയാ, നമ്മൾ വേറൊരു ഡിസ്ട്രിക്റ്റിൽ വന്നിട്ടുള്ള ഒരു വീടായിരുന്നു. കുഴപ്പമില്ല, നേരത്തെ ഞങ്ങൾ കാണിച്ചു തന്നിട്ടില്ലേ നിങ്ങൾക്ക്? ഇതേ ഇവിടെ ഒരു ട്രീയും കാര്യങ്ങളൊക്കെ, അതൊക്കെ എങ്ങനെയോ കത്തിയാ എന്താ സംഭവം ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളില്ലാത്ത സമയത്തായിരുന്നു. പിന്നെ വേണ്ട, നമ്മുടെ പോളേട്ടൻ നല്ല സ്നേഹമുള്ള ഒരു മനുഷ്യനായിരുന്നു അല്ലേ? പുള്ളിക്കാരനോട് ഇന്നലെ അവിടുത്തെ അമ്മൂമ്മയുടെ മറ്റേ 30-40 അങ്ങനെ എന്തോ ഒരു സംഭവമായിരുന്നു. അപ്പൊ പറയാൻ പറ്റിയില്ല, ഇനി എന്തായാലും പറയണം, പോയി പറയണം. ആരോട് പറഞ്ഞിട്ടില്ല. പിന്നെ അപ്പുറത്ത് ജോഷി ചേട്ടൻ അവരോടൊക്കെ പോണ കാര്യം പറയണം. ഒരാളോട് ഞങ്ങൾ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല പോണം എന്നുള്ള കാര്യം. 1-2 പേർക്ക് മാത്രമേ അറിയുള്ളൂ. പിന്നെ നമ്മളിപ്പോ കുറച്ച് സാധനങ്ങൾ ഇപ്പൊ ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. അപ്പൊ ഇന്നലെ രാത്രി കേട്ടൊക്കും അല്ലെ, ഇന്നലെ രാത്രി കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോയി വെച്ച് ഇപ്പൊ ഞങ്ങള് ടിവിയും ബാക്കിയുള്ള ഐറ്റംസ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി വെച്ച്, പിന്നെ വൈഫൈ കാര്യങ്ങളൊക്കെ അവിടെ എടുക്കണമായിരുന്നു. അപ്പൊ അത് എടുത്ത് ഇനി ഇവിടത്തെ കൊണ്ടുപോയി സറണ്ടർ ചെയ്യണം. അവിടെ പിന്നെ ഓൾറെഡി ആ ചേട്ടന്റെ വൈഫൈ ഉണ്ടായതുകൊണ്ട് അല്ലെ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പൊ അത് കാരണം ആ ചേട്ടന്റെ പേരിൽ തന്നെ നമ്മൾ വൈഫൈ എടുത്തിട്ടാ. വൈഫൈ എടുത്ത് പിന്നെ നമ്മൾ ചാർജ് ചെയ്ത് പിന്നെ നമ്മുടെ പേരിലോട്ട് മാറ്റിയില്ല, നമ്പർ മാത്രം നമ്മുടെ ആക്കി. അപ്പൊ ഷൈജു എന്ന് പറഞ്ഞ ചേട്ടന്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ താമസം പറഞ്ഞത്. ന്യൂസിലാൻഡിലാണ് ആ ചേട്ടൻ. പോകുന്ന അന്നാണ് നമുക്ക് ആ വീട് സെറ്റ് ആയത്. അത് ഒരു ദിവസം ഒരു നൈറ്റ് അല്ലടാ ഞങ്ങൾ പോകാൻ തീരുമാനിച്ചതെന്ന് പറയണത് കൂടുതലും എന്ന് പറയണത് എനിക്ക് വയ്യാഴിക വന്നപ്പോ അതുകൊണ്ടാണ് ഞങ്ങളൊരു തീരുമാനം എടുത്തത് ഇവിടുന്ന് മാറാമെന്ന് വെച്ചാൽ. ബിനീഷക്ക് എന്ന് വെച്ചാൽ ഇയാൾക്ക് അറിയാമല്ലോ, നിങ്ങൾക്ക് ഇത്തിരി പച്ചക്കറിയുടെ പരിപാടിയൊക്കെ ചെയ്യണ സ്വഭാവമുള്ള ചെടി അതും ഇതൊക്കെ ഇടും. അപ്പൊ ഇയാൾക്ക് തീരെ വയ്യാണ്ടായി. ലാസ്റ്റ് ഇവിടുത്തെ മണ്ണ് ഒട്ടും പറ്റിയില്ല. മണ്ണിൽ നിന്നോ പൊടിയിൽ നിന്നോ വന്ന എന്തോ ഒരു വൈറസ് ആയിരുന്നു എന്നാണ് അന്ന് പറഞ്ഞത്. അപ്പൊ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് ഇയാളെ കൊണ്ട് ഇതുവരെ പൊടിയൊന്നും ഇതാക്കിയിട്ടില്ല. അപ്പൊ നമ്മൾ ഓരോ സാധനങ്ങൾ കുറേശ്ശെ മാറ്റിക്കൊണ്ടിരിക്കണം. അപ്പൊ നമ്മുടെ ആ വീടൊക്കെ നമുക്ക് കാണാം, നമ്മളത് കാണിക്കാം എന്നൊക്കെ പറഞ്ഞാണ് ഇരിക്കണത്. പിന്നെ ഞങ്ങളിപ്പോ 2-3 ദിവസവും കൂടി മാത്രമേ ഇനി ഈ ഒരു വീട്ടില് ഉണ്ടാവുകയുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് മാറും. നമ്മൾ 26-ാം തീയതി അങ്ങോട്ട് മാറുമെന്ന് ഇവിടുത്തെ ഓണർ അനുരുദ്ധൻ ചേട്ടനോട് നമ്മൾ പറഞ്ഞു. അപ്പൊ അന്നത്തെ ദിവസം നമ്മൾ കൊടുത്ത അഡ്വാൻസ് പൈസ ഉണ്ടല്ലോ, അപ്പൊ ആ പേയ്മെന്റ് അന്ന് ഇടാന്നാണ് പറഞ്ഞത്. പിന്നെ അതേപോലെ തന്നെ അവിടത്തെ എഗ്രിമെന്റ് കാര്യങ്ങൾ എഴുതി ഒരു പൈസ പോലും ചേട്ടൻ പറഞ്ഞു ഒരു പരിചയമില്ല ചേട്ടന് അല്ലേ. ആകെ അറിയാവുന്നത് നമ്മൾ ചാനലുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കും നമ്മളോടൊരു വിശ്വാസം ഉണ്ട്. കാര്യം നമ്മൾ കുറച്ച് പൈസ കൊടുക്കാന്ന് പറഞ്ഞ ഷൈജേട്ടൻ വേണ്ട, എനിക്കത് ഒരുമിച്ച് തന്നാൽ മതിയടാ എന്ന് പറഞ്ഞു. കാര്യം ഞങ്ങൾക്ക് ശരിക്കും ഫീൽ ചെയ്ത് എന്താ പറയുക, ഷൈജേട്ടനെ കണ്ടപ്പോൾ ഞങ്ങളുടെ പഴയ വീട് നിങ്ങൾക്ക് അറിയാലോ, ആന്റണി ചേട്ടൻ. ശരിക്കും അതേ ഒരു ഫീലാണ്. നമ്മുടെ ആന്റണി ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു, ശരിക്കും ആ വീടിന്റെ ഓണർ എന്നല്ല പറഞ്ഞത്, ശരിക്കും ഞങ്ങളെ ഒരു മക്കളെ പോലെയാണ് വിളിക്കാൻ. വെച്ചാൽ നമുക്ക് എല്ലാ സാധനങ്ങളും അപ്പുറത്തും ഇപ്പുറത്തോട്ടും കൊണ്ടുവരാം. ചക്ക മുറിക്കണയാലും അല്ലെങ്കിൽ എന്തെങ്കിലും മാങ്ങയായാലും എന്തൊക്കെയായാലും ഞങ്ങൾക്കും ഒരു പങ്ക് കൂടുന്നൊരു. ഇപ്പൊ ഞങ്ങളും അതേപോലെ തന്നെ ആന്റണി സെന് കൊടുക്കാറുണ്ട്. ശരിക്കും ഞങ്ങൾക്ക് ഭയങ്കര ഐശ്വര്യമുള്ള ഒരു വീടായിരുന്നത് ആന്റണി ചേട്ടൻ്റെ. എന്താന്ന് വെച്ചാൽ നമുക്കത് നിങ്ങൾക്ക് അറിയാലോ, 100K അടിച്ചതും പ്ലേ ബട്ടൺ നമുക്ക് 1 മില്യൺ ആയതും എല്ലാം അവിടെ നിന്ന് തന്നെ ആയിരുന്നു. നമ്മളിപ്പോ ഒരു കോച്ചിങ്ങിന്റെ ഭാഗമായതുകൊണ്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് മാറിയത്. ഇല്ലെങ്കിൽ ഒരിക്കലും ഞങ്ങൾ അവിടെ നിന്ന് ഒരിക്കലും പോയില്ല. ഈ പുതിയ വീട് എടുത്തപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് തോന്നിയത് ആന്റണി ചേട്ടന്റെ വീട് കാണും. ഞങ്ങൾ ഒരു രാത്രിയാണ് പോയത്. അതായത് എനിക്ക് വയ്യാതെ ഇരുന്നപ്പോ മുതല് ഹോസ്പിറ്റലിൽ നിന്ന് വന്ന അന്ന് മുതൽ നമ്മൾ വീട് നോക്കലുണ്ട്. പക്ഷെ വീട് കാര്യങ്ങളൊന്നും ഒരുപാട് വീട് നോക്കി കേട്ടോ, കുറെ പേരോട് നമ്മൾ പറഞ്ഞ്. അപ്പൊ നമ്മുടെ അവിടത്തെ പോലെ അല്ല ഇവിടുത്തെ ബ്രോക്കർമാര് കുറെ വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒന്നും നമുക്ക് സെറ്റ് ആയില്ല. പക്ഷെ പിന്നെ വീടുകൾ പോയി കാണുമ്പോ ഞങ്ങള് പറഞ്ഞു ഓൾറെഡി വലിയ വീട് വേണ്ട, ചെറുത് മതി എന്ന് ഞങ്ങൾ പറഞ്ഞു. കാരണം നമുക്കൊരു 2 ബെഡ്റൂമിന്റെ ഒരു ചെറിയൊരു പാർക്ക് വീട്, പക്ഷെ ഞങ്ങൾക്ക് ഒരു ഒറ്റ വീട് വേണം. കാരണം നമുക്ക് വേറെ ശല്യങ്ങളൊന്നും ഇല്ലാതെ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിട്ട്. പക്ഷെ നമ്മൾ നോക്കുമ്പോ ഒന്നും അങ്ങനെ ഒരു വീട് നമുക്ക് സെറ്റ് ആകണില്ല. വീട് കുറെ പോയി കണ്ടു. പക്ഷെ ഞങ്ങൾക്ക് 2 പേർക്ക് അത് മതി. കാര്യം ഞങ്ങൾക്ക് 2 ബെഡ്റൂം, ഒരു ഹാൾ, ഒരു കിച്ചൺ, ആനിച്ചന്റെ വീടില്ല. അത് ഞങ്ങൾക്ക് കറക്റ്റ് ആയിരുന്നു. പക്ഷെ ഒന്നില്ലെങ്കിൽ കഴിഞ്ഞ ലാസ്റ്റ് കണ്ട വീട് ഞങ്ങൾക്ക് ഇഷ്ടമായി. പക്ഷെ അതിന്റെ കളർ ഉണ്ടല്ലോ ഗൈസ്, അത് ഒരു ഭയങ്കര ഡാർക്ക് ഒരു പച്ച കളർ. അത് ഉള്ളില് വേറെ കളറാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഇത് ഉള്ളിലും
പുറത്തും സെയിം കളർ തന്നെ. നമുക്ക് കണ്ണിന് എന്തോ ഒരു അല്ലെ, പിന്നെ വീഡിയോ എടുത്തപ്പോഴും അത്രയും ഇതായിട്ട് തോന്നിയില്ല. അപ്പൊ പിന്നെ ഞങ്ങൾ ആ ചേട്ടനോട് പറഞ്ഞു വേണ്ട ഏട്ടാ നമുക്ക് വേറെ നോക്കാന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെയാണ് നമ്മള് പിന്നെ പെട്ടെന്ന് ഒരു ദിവസം, അതായത് ഒരു ദിവസം നൈറ്റ് ഞങ്ങൾ പുണ്യാളുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കാൻ വേണ്ടി പോയതാണ്. അപ്പൊ അവിടെ രണ്ട് ചേട്ടന്മാര് നമ്മുടെ വീഡിയോ കണ്ടിരുന്നത്. അപ്പൊ ആ ചേട്ടൻ പറഞ്ഞ് ഇങ്ങ വന്നടാന്ന് പറഞ്ഞു, ഇങ്ങ വന്നടാന്ന് പറഞ്ഞ് വിളിച്ചതാ. അപ്പൊ അങ്ങനെ വിളിച്ച് വീഡിയോസ് ഒക്കെ കാണാൻ സൂപ്പറാണ് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഞങ്ങൾ വെറുതെ ചോദിച്ചതാണ് ഇയാള് ചേട്ടാ ഇവിടെ ഉള്ളതും വീടുണ്ടോ എന്ന്. വേറെ മക്കളെ വണ്ടി കയറി ഒരു സ്ഥലം ഉണ്ടെന്നും പറഞ്ഞ് അങ്ങനെ പോയി. അന്ന് രാത്രി ഓക്കെ ആണോ ചോദിച്ചാൽ പറഞ്ഞാൽ ഓക്കെ. അതെ ഞങ്ങൾക്ക് കമ്മീഷനും കാര്യങ്ങളൊന്നും വേണ്ട, മക്കൾക്ക് ഡയറക്റ്റ് സംസാരിക്കും. അങ്ങനെയാണ് ജോൺസൺ എന്നാണ് ആ ചേട്ടന്റെ പേര്. ആ ചേട്ടൻ അങ്ങനെ പറഞ്ഞ് അങ്ങനെ സംഭവം രാവിലെ ആയപ്പോ നമ്മൾ ഓക്കെ പറഞ്ഞ് അത് സെറ്റാക്കി രാത്രി കാണിച്ചതപ്പില്ലേ ഞങ്ങൾക്ക് പെട്ടെന്ന് കണ്ടു. നമുക്ക് നമ്മുടെ പഴയ വീട് ആന്റണി ചേട്ടന്റെ വീട്ടിൽ പോയി നിൽക്കണ ഒരു ഫീലായിരുന്നു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ചേട്ടാ ഉള്ളിലേക്ക് ഞങ്ങക്ക് നോക്കണ്ട, ഞങ്ങൾക്ക് ഈ വീട് ഓക്കെയാണ്. കാശ് അതായത് കാശും ഇവിടുത്തെ അല്ലെ എമൗണ്ട് മാത്രം അറിഞ്ഞാൽ മതി, അഡ്വാൻസ് കാര്യങ്ങളൊക്കെ എന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ എന്നാല് വെയിൽ പോയി നല്ല വെയിലുണ്ട്. അപ്പൊ അത്രയും പറഞ്ഞ അത് ഓക്കെ ആയി. അങ്ങനെ അന്ന് തന്നെ നമ്മള് സെറ്റ് ആക്കി. ഇനിയിപ്പോ ഇവിടെ ഞങ്ങൾ താഴത്തോട്ട് പോണേ നമ്മൾ സാധനങ്ങൾ ഷിഫ്റ്റ് മേളിലാണ് ഞങ്ങൾ നിക്കണത്. കണ്ടേ നമ്മുടെ ടേബിളൊക്കെ ഇവിടെ കിടക്കണുണ്ട്. ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. തുണി വിരിക്കാൻ വരുമ്പോ ഞാൻ ഒന്ന് തുടച്ചിട്ട് പോകും, എന്നിട്ട് പിന്നെ വരുമ്പോ ഇവിടെ പൊടിയാവും. അങ്ങനെ ഇപ്പൊ കുറച്ച് ദിവസം മേലുണ്ട് ആരെയും കാര്യമായിട്ട് എങ്ങനെയാണോ നമുക്ക് ഈ വീട് തന്നെ അതേപോലെ തന്നെ നമ്മൾ തിരിച്ചു കൊടുക്കണമല്ലോ. കണ്ട ഇത് ഫാനൊക്കെ നമ്മുടെ ഇവിടെ ഇരിക്കുന്നത്. ഇത് ഇവിടുത്തെ ഫാനാണ്. കാരണം ഇവിടുത്തെ താഴത്തെ ഒരു ഫാൻ കംപ്ലൈന്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഇവിടെ തന്നെ നമ്മൾ എന്തായാലും വെക്കും. ഇനി അപ്പൊ ഇവിടെ നിന്ന് ഇനി ഇത്രയും സാധനങ്ങൾ നമുക്ക് കൊണ്ടുപോകാനുണ്ട്. ആ റൂമിൽ ഇതുവരെ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ കുറച്ച് പാവകള് കാര്യങ്ങളെല്ലാം ഞങ്ങൾ എടുത്തിട്ട് ഇതിനുള്ളിൽ തന്നെ ഇതായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇനി ഒന്ന് പോകുമ്പോഴത്തേക്കും ഒന്ന് ക്ലീൻ ചെയ്ത് കാര്യങ്ങളൊക്കെ ഇടണം. താഴ്ത്തിട്ട് പോയാലോ എന്തായാലും ഫാനൊക്കെ എടുത്തേക്കാ വണ്ടിയിലോട്ട് വരട്ടെ. അപ്പൊ ഇവിടെ നമ്മള് അടിച്ച് തുടക്കണേണ്ട കൈസ്. അതായത് അടിച്ച് ഇപ്പൊ തുടക്കണില്ല. ഇപ്പൊ ഈ ഇതൊക്കെ ടി വി ഒക്കെ എടുത്തിട്ട് അതിന്റെ ഇടയിലും കുറച്ച് ഇതൊക്കെ ഉണ്ടാവുമല്ലോ, പൊടിയും കാര്യങ്ങളൊക്കെ. അപ്പൊ അതൊക്കെ ഒന്ന് തൂത്തെടുക്കണം. ഇനിയിപ്പോ ഈ രൂപങ്ങളൊക്കെ നമ്മുടെ നമുക്ക് കൊണ്ടുപോകണം. ഇവിടെ ഒരു ടി വി ഉണ്ടായിരുന്നില്ല, ടി വി സ്റ്റാൻഡും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് അവരുടെ സ്റ്റാൻഡാണ്, ഇവരുടെ നമ്മുടെ സോഫ, മറ്റേ സോഫയും പിന്നെ ദിവാങ്കോട്ടൊക്കെ അവരുടെ, അതും നമ്മുടെ ഒരു ഇതാണ് ദിവാങ്കോട്ടിന്റെ. അങ്ങനെ എല്ലാ കാര്യങ്ങളും ആളുടെ അവിടെ തന്നെ ഉണ്ട്. പിന്നെ നമ്മുടെ ടി വി ഒക്കെ നമ്മൾ കൊണ്ടുപോയിട്ടത് ഇനി പ്ലേ ബട്ടണും കാര്യങ്ങളും അത് എടുക്കണം. അതായത് നമ്മുടെ കാറിൽ എന്തൊക്കെ സാധനം കൊണ്ടുപോകാൻ പറ്റുമോ അത്രയും സാധനങ്ങൾ നമ്മൾ കാറിൽ കൊണ്ടുപോകണം. ബാക്കി ലാസ്റ്റ് ദിവസം കട്ടിൽ അലമാരിയൊക്കെ നമുക്ക് വണ്ടിക്ക് കൊണ്ടുപോകും എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള അടുക്കളയിൽ തന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കൊണ്ടുപോയി ഇപ്പൊ നമുക്ക് നാളെ വരെ എന്തായാലും യൂസ് ചെയ്യുമല്ലോ. അപ്പൊ നാളത്തേക്ക് കഴിയുമ്പോഴത്തേക്ക് നാളെ രാത്രി ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കുറച്ചൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകണം. കാരണം അതേപോലെ ഈ ടേബിള് പുള്ളിക്കാരൻ്റെ ആയിരുന്നു, അത് അവിടെ തന്നെ അങ്ങനെ ഉണ്ട്. പിന്നെ കുറച്ച് സാധനങ്ങൾ നമ്മുടെ മേളിലുണ്ട് എല്ലാം വലിച്ചു. പിന്നെ എന്താണ് മറ്റേ ആ മുറിയിലൊരു ഷെൽഫിൽ നമ്മുടെ സാധനങ്ങളുണ്ട്. ഒട്ടുമില്ല. അതെ നമ്മുടെ സാധനങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ മറ്റേ ക്രിസ്മസിന്റെ ആ റൂമിലാണ്. അപ്പൊ അത് ഇനി അതൊക്കെ എടുത്ത് വെക്കണം ഞങ്ങക്ക് അല്ലെ. കുറച്ച് പരിപാടി ഉണ്ട്. അപ്പൊ ഈ താക്കോലിന്റെ ഇതൊക്കെ നമ്മളിവിടെ വെച്ചതായിരുന്നു. അപ്പൊ അതൊക്കെ കൊണ്ടുപോകണം. പിന്നെ നമ്മുടെ കുറച്ച് സാധനങ്ങളുണ്ട്. ഈ ടേബിള് ഇവരുടെയാണ്. അപ്പൊ ഈ അതിന്റെ പൊക്കത്തിരിക്കുന്ന സാധനങ്ങൾ നമ്മുടെ. അപ്പൊ അതേ ഇവിടെ ഒരു കസേര നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വെച്ചാൽ അവിടെ നിന്ന് സ്ഥലം ഇല്ലാത്തതുകൊണ്ടിട്ടാ. അപ്പൊ ഈ കസേര ഇനി തിരിച്ച് അവിടെ തന്നെ കൊണ്ടുവന്ന് വെക്കണം. പിന്നെ അതുപോലെ ഈ പാവ അവരുടെയാണ്. അപ്പൊ പുതുക്കിയപ്പോ അങ്ങാടി ഇങ്ങാടിതായി. അപ്പൊ ഇനി കൊറേ പരിപാടി ഉണ്ട്. പിന്നെ കുഞ്ഞു കുഞ്ഞു ചെടികളുണ്ട് അതേപോലെയൊക്കെ. ആ ചെടികൾ അവിടെ ഇവിടെ കൊറേ ചെടികൾ കൊണ്ടുപോയി ഞങ്ങൾ വെച്ച്. അപ്പൊ അതേ നമ്മുടെ ഈ അലമാരി ഷെൽഫ് എന്ന് പറയുന്നത് നമ്മുടെ കുറെ സാധനങ്ങളുണ്ട്. സ്റ്റാറും പിന്നെ കുറച്ച് പ്രമോഷന്റെ സാധനങ്ങളും അതും ഇതൊക്കെ ആയിട്ട് പിന്നെ ക്രിസ്മസ് ട്രീക്ക് വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും, പിന്നെ സ്റ്റാർ, പിന്നെ കുറെ ഗിഫ്റ്റ് കിട്ടിയതൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ പ്ലേ ബട്ടന്റെ ബോക്സ്, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പൊ ഈ കാണുന്ന സ്റ്റാൻഡ് അവരുടെയാണ്, നമ്മുടെ ഡ്രസ്സ് നമ്മൾ കേട്ടോ. പിന്നെ അതേ നമ്മളിത് അലമാരിന്ന് കുറെ തുണികളൊക്കെ എടുത്ത് ഇങ്ങോട്ട് ഇട്ടേക്കണാണ്. ഇനി ഇതൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് ചാക്കിലാക്കിയിട്ട് വേണം അങ്ങോട്ട് കൊണ്ടുപോകാൻ. കാര്യം അലമാരി കാലി അല്ലടാ, അലമാരി കാലിയായി കഴിഞ്ഞാൽ കൊണ്ടുപോകണവർക്ക് സുഖമാണ്.
ഇത് അവരുടെ അലമാരിയാണ് കേട്ടോ. അതിനകത്ത് കുറച്ച് ചേട്ടൻ ഇത് അവരുടെ അലമാരിയാണ്. ഇതിനകത്ത് ഒരു ഇത്തിരി ഡ്രസ്സുകളുണ്ട്. പിന്നെ ഈ പൊക്കത്തെ ഈ സാധനങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കണം. പിന്നെ അത് ഈ കാണുന്നത് നമ്മളിവിടെ ഒരു വൈൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വൈന് കിടക്കണതാണ്. പിന്നെ നമ്മുടെ ഇത് ഈ ഒരു പുൽക്കൂട് അതാണ്. പിന്നെ നമുക്ക് ഇതിൽ മാത്രം സാധനങ്ങൾ കുറെ അല്ലേ? ഇല്ല അങ്ങനെ അത്ര ഇല്ല. പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും തന്നെ മാറ്റിയാൽ മതി. കുറച്ച് സാധനങ്ങൾ നമ്മളെ കൊണ്ട് പറ്റണം നമ്മൾ മാറ്റോട്ടാ. പിന്നെ ഈ ഒരു ഷെൽഫ് അവരുടെയാണ്. അതിൽ കുറച്ച് സാധനങ്ങളുണ്ട്. ഇതൊക്കെ എടുത്ത് ഇനി ഒരു കവറിലോട്ട് പാക്ക് ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും പറയാൻ ചെയ്യുമെന്ന് വെച്ചാൽ വീട് കിട്ടാതെ എന്താണെന്ന് വെച്ചാൽ വീടൊന്നും കിട്ടണല്ലോ. നമുക്ക് വീടൊന്നും കിട്ടണല്ലോ. 2 മാസം 3 മാസം പോയല്ലോ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് അല്ലേ. വീട് കിട്ടണല്ലോ ഇവിടെ തന്നെ. അപ്പൊ പിന്നെ ലാസ്റ്റ് ഞാൻ വിചാരിയുടെ അടുത്ത് ഇന്നലെ അല്ല പിന്നെ ഈ വീട് കാണുന്നതിന്റെ തലേ ദിവസം ഞാൻ പറഞ്ഞേ എവിടെയെങ്കിലും ഒരു നല്ല വീട് നമുക്ക് ഇരിപ്പുണ്ടാവും ചോദിച്ചായി. ഐശ്വര്യമുള്ള ഒരു നല്ല വീട് നമുക്ക് വേണ്ടി കാത്തിരിപ്പുണ്ടാവും. ചിലപ്പോ അതുകൊണ്ടായിരിക്കും നമ്മളിട്ട് ഇങ്ങനെ വലിപ്പിക്കണേന്ന് പറഞ്ഞു പിറ്റേ ദിവസം അല്ലേ. അപ്പൊ നമ്മൾ എന്തായാലും ഈ സാധനങ്ങളൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് ഇറങ്ങട്ടെ കേസ്. നമ്മുടെ സാധനങ്ങളൊക്കെ കണ്ടത് നമ്മളിങ്ങനെ ഡിക്കിലോട്ട് കുറെ സാധനങ്ങൾ ഇപ്പൊ കയറ്റിട്ടുണ്ട് അതിന്റെ ഉള്ളിലൊക്കെ ആയിട്ട്. അപ്പൊ അതങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കണേണ്. ഇന്നലെ രാത്രി വീണ് പോയിക്കണുണ്ട്. അയ്യോ നമ്മുടെ മറ്റേ ഇതിന്റെ ഫൈപ്പാന്റെ മറ്റേ എണ്ണ തേക്കണത്. അപ്പൊ അത് ഇന്നലെ രാത്രി വീണ് പോയിക്കണേണ്. ഇനി അതേപോലെ തന്നെ അതായത് ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ കാറിന്റെ അകത്തോട്ട് കുറച്ച് സാധനങ്ങൾ പിന്നെ ഓരോ ഡ്രസ്സുകളും ഒക്കെ പാക്ക് ചെയ്ത് ഇനി ബാഗ് തിരിച്ചു കൊണ്ടുപോകും. ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ കുറെ സാധനങ്ങൾ ഇപ്പൊ നമ്മള് കയറ്റിക്കൊണ്ടിരിക്കണം. അങ്ങനെ അതേണ്ട അടുത്ത പണി ഈ കൊണ്ടേ ഇറക്കണ സാധനങ്ങൾ അവിടെ ഇനി നാളെ ഒറ്റ ദിവസം കൊണ്ട് ഇരുന്ന് സെറ്റ് ആക്കണം. കാരണം മറ്റന്നാ ബാക്കിയുള്ള കട്ടില് അങ്ങനെയുള്ള സാധനങ്ങൾ 25-ാം തീയതി നമുക്ക് സാധനങ്ങളൊക്കെ കയറ്റണം. 26-ാം തീയതി ഇവിടെ നിന്ന് ഒഴിഞ്ഞു കൊടുക്കണം. പിന്നെ മറിയാം ചേച്ചിനെ വിളിച്ചിട്ടുണ്ട് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി ചൊവ്വാഴ്ച. അതുകൊണ്ട് ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് നാളെ ഉള്ള ഒരു ഒറ്റ ദിവസം കൊണ്ട് ഞങ്ങക്ക് എല്ലാം റെഡിയാക്കണം അല്ലെ. അങ്ങനെയാണ് നമ്മുടെ പരിപാടിയും കാര്യങ്ങളും. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ചാമ്പയും കാര്യങ്ങളൊക്കെ തീർന്ന് അവിടെ ചാമ്പയുണ്ട് ഗൈസ് അല്ലെ. അത് വേറൊരു വെറൈറ്റി ടൈപ്പിലുള്ള ചാമ്പയുണ്ട് അവിടെ. അപ്പൊ അങ്ങനെ ഇനിയിപ്പോ ഈ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് പോകണം. നമ്മുടെ വണ്ടികളൊക്കെ കൊണ്ടുപോകണം. പിന്നെ അതുപോലെ തന്നെ ഇതിൽ അവിടെ കുറെ ഷെൽഫിൽ മറ്റേ സ്റ്റാൻഡ് ഉണ്ട്. ആ സ്റ്റാൻഡൊക്കെ കൊണ്ടുപോകാണ്ട്. ഒരെണ്ണം ഇവിടുത്തെ ഉണ്ടാ ഒരെണ്ണം നമ്മുടെ. അപ്പൊ അങ്ങനെയൊക്കെ കൊണ്ടുപോകണം. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി മൊത്തത്തിൽ ഇങ്ങനെ ഓടി നടക്കണേണ്. അപ്പൊ എനിക്ക് 3:30 ഇന്ന് കോച്ചിങ് ഉണ്ട്. അവിടെയും പോകണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഗർഭിണി പെണ്ണിനെ കാണാൻ വേണ്ടി പോകാനുണ്ട് അല്ലേ. 3 ആഴ്ച ഞാൻ ജാമ്പക്ക് വേണമെന്നോണ്ടിരിക്കണത്. എന്നിട്ട് ഞാൻ ജാമ്പക്ക് ഇവിടുത്തെ ജാമ്പക്ക് അല്ലട്ടോ. അപ്പുറത്തെ വീട്ടിലെ നമ്മുടെ പോളേട്ടന്റെ ജാമ്പക്ക് പറിച്ചിട്ടുണ്ടായിരുന്നു. അത് വേണമെന്നും പറഞ്ഞിട്ട് അത് ഞാൻ ഫ്രിഡ്ജിൽ ഇങ്ങനെ കവറിലിട്ട് കെട്ടി അതേപോലെ പന്ത്രണ്ട് ഫ്രഷ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഞാൻ ഇടയ്ക്ക് നോക്കലുണ്ട്. ഫ്രഷ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട് അല്ലെ. ക്യാമ്പ് കഴിഞ്ഞിട്ട് ഇനി നേരെ അങ്ങോട്ടും പോണം. അപ്പൊ അവിടുത്തെ വീട്ടിലെ വിശേഷവും കാര്യങ്ങളൊക്കെ നമ്മൾ വഴിയെ കാണിക്കാം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു. അപ്പൊ നമ്മള് ബാക്കി കാര്യങ്ങളൊക്കെ അപ്ഡേഷൻ ഒക്കെ പുറകെ അറിയിക്കട്ടെ. എല്ലാരും പ്രാർത്ഥിക്കാൻ എല്ലാ കാര്യങ്ങളെല്ലാം സെറ്റ് ആകാൻ വേണ്ടിട്ടും അല്ലെ. അതെ. പിന്നെ ഞങ്ങൾ അറിയാലോ ഇവിടെ ഞങ്ങള് രണ്ടുപേരും മാത്രം കാര്യം നമ്മളെ ഇല്ലടാ എല്ലാവരും നമ്മള് വരാന്ന് പറഞ്ഞെങ്കിലും നമ്മളായിട്ട് തന്നെ അവർക്കും തിരക്കുണ്ട്. നമ്മൾ വെറുതെ അവരെ കുറെ പേരെ ബുദ്ധിമുട്ടിക്കാന്ന് വെച്ചാൽ വേണ്ട എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. പിന്നെ എന്നാലും വരാന്നും പറഞ്ഞിട്ടുണ്ട്. അയ്യോ തിങ്കളാഴ്ച പോരായിരുന്നു ഞാൻ തിങ്കളാഴ്ച വരുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാള് അപ്പൊ അങ്ങനെ പിന്നെ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കൂല. അല്ല അത് മാത്രം കുറെ പേര് വരാന്നുള്ള അറിയുമോ. കൊച്ചുമൊക്കെ വരാന്ന് പറഞ്ഞല്ലേ എന്തോരം പേരും. അപ്പൊ ആരും നമ്മള് വേണ്ട ആരും ബുദ്ധിമുട്ടിക്കണ്ട. നമ്മളെ കൊണ്ടാവണോ നമ്മൾ കൊണ്ടുപോകാം എന്നുള്ള രീതിയിലാണ് ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്. അപ്പൊ എന്തായാലും വരുന്നവര് വരട്ടെ. അപ്പൊ നമുക്ക് കൊണ്ട് പറ്റണം നമ്മളും ചെയ്തോണ്ടിരിക്കണേണ്. അപ്പൊ എന്തായാലും അടുത്ത അപ്ഡേഷനൊക്കെ ഞങ്ങള് വഴിയെ പറയല്ലേ.